ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 6 ആണ്. രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഭയങ്കര ഈസി ചാപ്റ്റർ ആണ്, ഭയങ്കര ഇച്ചിരി ചാപ്റ്റർ ആണ്, അതായത് വലിയ ലെങ്തി ഒന്നുമല്ല. ഇതിൽ മെയിൻലി സെക്ഷൻ 77 ടു 87 വരെയുള്ള സെക്ഷൻസ് ആണ് ഇതിൽ കവേർഡ് ആയിട്ടുള്ളത്. വെറും 10 സെക്ഷൻസേ ഉള്ളൂ. 10 എന്ന് പറഞ്ഞാലും ഭയങ്കര വലിയ സെക്ഷൻ അല്ല, കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക് പെട്ടെന്ന് നോക്കാം. സോ ഫസ്റ്റ്, ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജിന്റെ ഡെഫിനേഷൻ പറയുന്നത് സെക്ഷൻ 2 പറയുന്നത്. What is charges? Charges is an interest or lien created on the property or assets of a company or any of its undertakings of both a security and immutable mortgage. അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഒരു കമ്പനിക്ക് കാശിൻ്റെ ആവശ്യം വന്നു. അതായത് കമ്പനിയുടെ ഓരോ ഫങ്ഷൻസും സംഭവങ്ങളൊക്കെ ചെയ്യാൻ എന്താണ്, മണി വേണം, കാശ് വേണം. അപ്പം കമ്പനി ബാങ്കിൽ നിന്നോ ഒക്കെ പോയി ലോൺ എടുക്കുന്നു, ഇത്ര കോടി രൂപയൊക്കെ കടം വാങ്ങുന്നു. അപ്പോൾ ഈ കടം കൊടുക്കുമ്പം ബാങ്കിന് എന്ത് ഉറപ്പുണ്ട് ഈ കുറച്ച് കഴിയുമ്പോൾ ഈ കമ്പനി തിരിച്ച് ക്യാഷ് തരുമോ, അതോ നമ്മളെ പറ്റിച്ചിട്ട് പോവോ എന്നൊക്കെ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഇല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ കമ്പനിക്ക് ബാങ്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമോ പൈസ? ഇന്നാ നീ എടുത്തോ, നിന്റെ കമ്പനി വളർന്നോട്ടെ എന്നുള്ള ചിന്തയോടെ കൊടുക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? ഇതിന് പകരമായിട്ട് ഒരു സെക്യൂരിറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു വെക്കും കമ്പനിയുടെ, ഒരുറപ്പിന് വേണ്ടി. ഇനി ഇൻ കേസ് കമ്പനി ഈ ക്യാഷ് ഒന്നും അടച്ചില്ലെങ്കിൽ കമ്പനിക്ക് വേണമെങ്കിൽ ഈ ബാങ്കിന് വേണമെങ്കിൽ കമ്പനിയുടെ ഈ അസറ്റ് വിറ്റ് ക്യാഷ് ഉണ്ടാക്കാം, അല്ലേ? വിറ്റ് ആ എമൗണ്ട് റീഇംബേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ചാർജ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതായത് ഈസ് ആൻ ഇൻട്രസ്റ്റ് ഓർ ലീൻ ക്രിയേറ്റഡ്. ഒരു ഇൻട്രസ്റ്റോ ലീനോ ക്രിയേറ്റ് ചെയ്യുന്നു എന്തിൻ്റെ മേലെ? കമ്പനിയുടെ അസറ്റിൻ്റെ മേലോ പ്രോപ്പർട്ടിയുടെ മേലോ, ഇല്ലെങ്കിൽ കമ്പനിയുടെ എന്തെങ്കിലും ഒരു അണ്ടർടേക്കിങ്ങിൻ്റെ മേലെ ബാങ്കോ മറ്റ് സ്ഥാപനങ്ങൾ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ആസ് സെക്യൂരിറ്റി ആൻഡ് ഇൻക്ലൂസ് എ മോർഗേജ്. അതായത് മോർഗേജ് എന്ന് പറഞ്ഞാൽ എന്താ? പണയം പോലെ. അതായത് പണയം വെക്കുന്നു, ഒരു സാധനം വെച്ചിട്ട് നമ്മൾ കാശ് എടുക്കുമല്ലേ, അതുപോലെ തന്നെ ഒരു മോർഗേജ്. ഇതെല്ലാം ചാർജിനെയാണ്. അപ്പോൾ ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ചാർജ് എന്ന് പറയുന്നത്. നമ്മളൊരു കടം എടുക്കുന്നു, അതിന് പകരമായിട്ട് നമ്മുടെ അസറ്റോ നമ്മുടെ പ്രോപ്പർട്ടിയോ നമുക്കുള്ള എന്തെങ്കിലും ഒരു അണ്ടർടേക്കിങ്സ് ഇല്ലെങ്കിൽ ഒരു പണയം പോലെ വെക്കുന്നു. ഇതിനെയാണ് ചാർജ് എന്ന് പറയുന്നത്. അപ്പം ചാർജിന്റെ ഡെഫിനേഷൻ സെക്ഷൻ 2 clause 16 പറയുന്നത്. വാട്ട് ഈസ് ചാർജസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡെഫിനേഷൻ നമ്മൾ എഴുതണം. അത് തന്നെയാണ് ഈ ബോക്സിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത്ര ഓർത്താൽ മതി, വളരെ സിമ്പിളാണ്. നമ്മൾ കടം എടുക്കുന്നു, അതിന് പകരമായിട്ട് നമ്മളൊരു സാധനം അവിടെ കൊണ്ട് സെക്യൂരിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു നമുക്ക് കടം തരുന്നവരുടെ മുന്നിൽ. അപ്പോൾ കമ്പനിയുടെ കേസ് ആയതുകൊണ്ട് കമ്പനിയുടെ അസറ്റോ പ്രോപ്പർട്ടിയോ അണ്ടർടേക്കിങ്സോ ഒക്കെ നമ്മൾ ബാങ്കിൽ നിന്ന് ഇപ്പം കടം എടുക്കുകയാണെങ്കിൽ ബാങ്കിൽ കൊണ്ട് നമ്മുടെ സംഭവങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു, എന്നിട്ട് നമ്മൾ ക്യാഷ് നമുക്ക് ആവശ്യമുള്ളത് എടുക്കുന്നു. അതിനെയാണ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ചാർജസ് എന്താ നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ സെക്ഷൻ 77 ആണ് മെയിൻലി നമ്മൾ പഠിക്കേണ്ടത്. വാട്ട് ഈസ് 77? ഡ്യൂട്ടി ടു രജിസ്റ്റർ ചാർജസ്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് പറയാം, ഒരു കമ്പനിയുടെ അസറ്റോ പ്രോപ്പർട്ടിയോ ഒക്കെ നമ്മൾ ബാങ്കിലോ ഒക്കെ കൊണ്ടുപോയി സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് വെക്കണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം, ഒരു കമ്പനിയെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങൾ നടന്നാലും ഈ കാര്യങ്ങളൊക്കെ ആരെ അറിയിക്കണം? കമ്പനിയുടെ ROCനെ അറിയിക്കണം. ROC അറിയാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം കമ്പനി ഇങ്ങനെ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ അസറ്റ് ഇങ്ങനെ ഒരു ബാങ്കിൽ കൊണ്ടുപോയി ചാർജ് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ROCനെ ഈ ട്രാൻസാക്ഷൻ ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് അറിയിക്കാം. അപ്പം അങ്ങനെ അറിയിച്ചിട്ടില്ലെങ്കിൽ വേറെ കുറേ കോൺസിക്വൻസസ് വരാനുണ്ട്, അത് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ കമ്പനി ഈ കാര്യം ROCനെ അറിയിക്കണം. ഇനി കമ്പനി അറിയിച്ചിട്ടില്ല എങ്കിൽ ബാങ്കിന് വേണമെങ്കിലും അതറിയിക്കാം. ബാങ്ക് ഇത്ര രൂപയ്ക്ക് ഞങ്ങൾ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കമ്പനിയുടെ അസറ്റ് വാങ്ങിയിട്ടുണ്ട്, ഇങ്ങനൊരു പൈസ ഞങ്ങൾ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം വേണമെങ്കിൽ ബാങ്കിനും ROCനെ അറിയിക്കാം. അത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 78. അപ്പോൾ 77 മെയിൻലി പറയുന്നത് ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി ROCനെ അറിയിക്കുന്നു. സെക്ഷൻ 78 പറയുന്നത് എന്താണ്? ബാങ്ക്. ഇപ്പോൾ ബാങ്കിന് പറയുന്ന പേര് ചാർജ് ഹോൾഡർ എന്നാണ്. അതായത് കടം തന്നവരെ ചാർജ് ഹോൾഡർ എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പം ചാർജ് ഹോൾഡറിനും ഈ ചാർജ് നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം ROCയിൽ രജിസ്റ്റർ ചെയ്യാം. സോ സെക്ഷൻ 77ഉം 78ഉം ഈസി ആയിട്ട് പഠിക്കാം. അപ്പം 77 പറയുന്നത് ആരാ? അത് ഓർക്കാൻ ഇത്ര ഓർക്കാൻ മതി. നമ്മൾ കമ്പനിയുടെ ലോ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പം കമ്പനിക്ക് ആദ്യം നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നു. അപ്പോൾ സെക്ഷൻ 77 കമ്പനി ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ ROCയെ അറിയിക്കുന്നു സെക്ഷൻ 77. ആൻഡ് ഓൾസോ സെക്ഷൻ 78 കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ഹോൾഡർ രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസാണ് സെക്ഷൻ 78 പറയുന്നത്. പിന്നെ ഇതിൽ മെയിൻലി നമ്മൾ നോക്കേണ്ടത് ഒരു അസറ്റ് തന്നെ വേണമെങ്കിൽ നമുക്ക് ചാർജസ് ആയിട്ട് വെക്കാം. അതായത് ഇപ്പം കമ്പനിക്ക് ഒരു 10 കോടി
വിലയുള്ള ഒരു അസറ്റ് ഉണ്ട്, ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം കമ്പനിക്ക് വേണമെങ്കിൽ ഇപ്പം SBIന്ന് ഒരു ലോൺ എടുക്കാം, 2 കോടിയുടെ ഒരു ലോൺ എടുക്കാം ഒന്നെങ്കിൽ, അതായത് ഈ അസറ്റ് വെച്ചിട്ട്. ഇല്ലെങ്കിൽ ഈ അസറ്റ് 10 കോടിയാണ്, അപ്പോൾ നമ്മൾ 2 കോടി ലോൺ അവിടുന്ന് എടുത്തു. പിന്നെ കമ്പനിക്ക് ഒരു 3 കോടിയുടെ ആവശ്യം കൂടി വന്നു. അപ്പം കമ്പനി വേറൊരു ബാങ്കിൽ നിന്ന്, ഇപ്പം ഏതാ HDFC ബാങ്കിൽ നിന്ന് 3 കോടിക്ക് ലോൺ എടുത്തു. അതിനും സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ ഈ 10 കോടിയുടെ അസറ്റ് വെച്ചു. അപ്പം എന്താ, 10 കോടി താഴെയല്ലേ ഉള്ളൂ, രണ്ടും മറ്റേ 3 കൂടി വരുമ്പോൾ 5 അല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ വെക്കും. അപ്പം ഒരു അസറ്റ് തന്നെ നമുക്ക് ചാർജസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ ഇപ്പോൾ SBI എന്നാണ് നമ്മൾ ഫസ്റ്റ് ലോൺ എടുത്തത്, രണ്ടാമതാണ് നമ്മൾ HDFC എടുത്തത്. അപ്പം ഫസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ SBIയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ROCനെ അറിയിക്കണം. പിന്നെ രണ്ടാമത് എന്താ, HDFCന്ന് എടുത്തിട്ടുള്ള കാര്യം അറിയിക്കണം. ഇൻ കേസ് നമുക്ക് വേണമെങ്കിൽ HDFC എന്നാണ് ഞങ്ങൾ ലോൺ എടുത്തതെന്ന് വേണമെങ്കിൽ ആദ്യം പോയി ROCയിൽ രജിസ്റ്റർ ചെയ്യാം. അതായത് ഈ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കേസസിൽ ഈ കമ്പനിക്ക് ഇപ്പം ആകെ ഇപ്പം 2 കോടിയുടെ ഒരു അസറ്റ് ഉണ്ട്. അപ്പോൾ കമ്പനി SBIന്ന് പോയി 2 കോടിക്ക് വേണ്ടി ഒരു ക്യാഷ് എടുത്തു, 2 കോടിയുടെ അസറ്റ് അവിടെ ഏൽപ്പിച്ചു. പിന്നെ കമ്പനിക്ക് എമൗണ്ടിൻ്റെ ആവശ്യം വന്നു. അപ്പം കമ്പനി എന്ത് ചെയ്തു, വേറൊരു ബാങ്കിൽ നിന്ന് ഈ അസറ്റ് തന്നെ വെച്ച് വീണ്ടും കാശ് എടുത്തു. അങ്ങനെ 5-6 ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ ഇങ്ങനെ ഈ അസറ്റ് തന്നെ വെച്ച് ക്യാഷ് എടുത്തു. അപ്പം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ 5-6 ബാങ്കിൽ നിന്ന് ക്യാഷും എടുക്കുകയും ചെയ്തു, 2 കോടി കൂടുതൽ രൂപയായി. ആകെ ഈ 2 കോടിയുടെ അസറ്റാണ് എല്ലായിടത്തും കൊണ്ടുപോയി സെക്യൂരിറ്റി ആയിട്ട് വെച്ചത്. അപ്പം ഇൻ കേസ് ഈ കമ്പനി എന്തെങ്കിലും റീപേയ്മെൻറ്റ് നടത്തിയില്ല, അങ്ങനെ വരുന്ന കേസിൽ ഈ പറയുന്ന 5 ബാങ്കിനും ആർക്കാണ് ഈ അസറ്റ് വിറ്റ് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നത്? കാരണം 5 പേരും കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒരു അസറ്റിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചാർജ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ROCനെ അറിയിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചാർജ് ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്ന് ROC അവരുടെ ഇതിൽ എഴുതി വെച്ച് വെബ്സൈറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യും. അങ്ങനെ വരുവാണെങ്കിൽ ഇപ്പം ഒരു ബാങ്കിൽ വന്ന് ഇങ്ങനെ ഒരു കമ്പനി ലോൺ എടുക്കണം, ഈ ചാർജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ബാങ്കിന് ഈ കാര്യങ്ങൾ സൈറ്റിലൊക്കെ നോക്കി, കമ്പനിയുടെ സൈറ്റിലൊക്കെ നോക്കി, ഇങ്ങനെ ഒരു ചാർജ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, സെക്യൂർ ആയിട്ടുള്ള അസറ്റ് ആണ്, നമുക്കിത് എടുക്കാം എന്ന് വേണമെങ്കിൽ ചിന്തിച്ച് അങ്ങനെ ഫ്രോഡ് വരാത്ത രീതിയിൽ കാര്യങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇപ്പം ബാങ്കിന് അറിയില്ലല്ലോ ഇവർ ഇതിന് മുന്നേ ചാർജ് വെച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ലാസ്റ്റ് പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ROCനെ അറിയിച്ച് അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് ചെയ്തിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, പിന്നീട് ഈ ചാർജ് ഹോൾഡേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ എല്ലായിടത്തു നിന്നും അവർ പോയി കടമെടുത്ത് ഒരേ അസറ്റ് വെച്ചാൽ അത് വേണ്ടിയിട്ട്, അങ്ങനെ ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ. ഇൻ കേസ് ഇങ്ങനെ ബാങ്ക് കടം കൊടുത്തിട്ടുണ്ട്, നമ്മൾ ROCയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങനെ വരുന്ന കേസിൽ ഈ അസറ്റ് വിൽക്കാൻ പറ്റത്തില്ലാതാവില്ലേ? കാരണം 5-6 ഒരേ അസറ്റ് വെച്ചു, ഈ ബാങ്കിന് നഷ്ടം വരില്ലേ? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം കമ്പനി നമ്മൾ ആദ്യത്തെ ഒരു കേസിൽ പറഞ്ഞായിരുന്നു, കമ്പനി രണ്ടിടത്തുനിന്ന് ലോൺ എടുത്തു, 10 കോടിയുടെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനത്തെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം HDFCന്ന് ഇപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ഏത് ബാങ്കിൻ്റെ കാര്യമാണോ ആദ്യം രജിസ്റ്റർ ചെയ്തേക്കുന്നത് അവർക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഇപ്പം കമ്പനി തിരിച്ച് പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത ഏത് ബാങ്കാണോ അവർക്കാണ് അസറ്റ് വിറ്റിട്ട് ക്യാഷ് എടുക്കുക. പിന്നെ മിച്ചമുള്ള ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ ബാക്കി ബാങ്കിനും അത് വിറ്റ് ക്യാഷ് ആക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പ്രിഫറൻസ് ആർക്ക് വരുന്നോ അവർക്കാണ് അസറ്റിന് മേൽ ആദ്യം പ്രിഫറൻസ് ഉള്ളത്. അതുകൊണ്ടാണ് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറയുന്നത്. ഇൻ കേസ് കമ്പനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചാർജ് ഹോൾഡർ രജിസ്റ്റർ ചെയ്തിരിക്കും. കാരണം അവർക്ക് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കമ്പനി ചെയ്തിട്ടില്ലെങ്കിൽ ചാർജ് ഹോൾഡർ ROCയിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കും. കാരണം എന്താണ്, അവർക്ക് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് പറയുന്ന സെക്ഷൻ 78-ലാണ്. സെക്ഷൻ 77 പറയുന്നത് കമ്പനി ഇങ്ങനെ ഒരു ചാർജ് ഉണ്ടാക്കി, ഞങ്ങൾ ഇങ്ങനെ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്തു, പൈസ എടുത്തു, ആ കാര്യങ്ങൾ കമ്പനിയുടെ അസറ്റ് ഇങ്ങനെ വെച്ചു, അത് പറയുന്നതാണ് ROCനെ അറിയിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 77. സോ അത്രേ ഉള്ളൂ. പിന്നെ പറയണത് ഈ സെക്ഷനിൽ പറയണത് ഈ അസറ്റ് വെക്കണമെന്ന് നമ്മൾ പഠിച്ചു. എന്ത് അസറ്റാണ് വെക്കണത്? കമ്പനിയുടെ ടാഞ്ചിബിൾ ആയിട്ടുള്ളതോ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളത്, മൂവബിളോ ഇമ്മൂവബിൾ ആയിട്ടുള്ള എന്ത് അസറ്റും നമുക്ക് ചാർജ് ആയിട്ട് വെക്കാൻ പറ്റും. അത് ഇന്ത്യക്കുള്ളിലാകണമെന്നില്ല, വിത്തിൻ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ ചാർജ് ആക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള അസറ്റ് നമുക്ക് വെക്കാം, ഇന്ത്യക്കുള്ളിലും വെക്കാം, ഇൻടാഞ്ചിബിൾ ആകാം, ടാഞ്ചിബിൾ ആകാം, മൂവബിൾ ആവാം, ഇമ്മൂവബിൾ ആവാം. അങ്ങനെ കമ്പനിയുടെ എന്ത് അസറ്റ് നമുക്ക് വെക്കാനായിട്ട് പറ്റും, പ്രോപ്പർട്ടി ഒക്കെ ചാർജ് വെക്കാനായിട്ട് പറ്റും. പിന്നെ പറയേണ്ടത് എന്താണ്, ഇങ്ങനെ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്തു അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കമ്പനിയും ചാർജ് ഹോൾഡറും ഒരു ഫോമിൽ സൈൻ ചെയ്തിരിക്കണം, രണ്ടുപേരും. അപ്പം CHG1 എന്ന് പറഞ്ഞിട്ടുള്ള ഫോം ഇതിവിടെ കൊടുത്തിട്ടുണ്ട്.
CHD1 CHD9 കേസ്. അതായത് CHD1 ഏത് ഫോമിലാണ് ഇതിങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബഞ്ചർ അല്ലാത്ത കേസിലാണ് CHD1 ഫോം വരുന്നത്. ഇനി ഡിബഞ്ചർ വരുവാണെങ്കിൽ CHD9 ആണ്. അപ്പോൾ ഡിബഞ്ചർ വരുവാണെങ്കിൽ CHD9 ഫോമിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഡിബഞ്ചർ അല്ലാത്ത എല്ലാം ഫോം CHD1ലാണ്. അതിനുശേഷം ഇവർ ഫോം എല്ലാം രജിസ്റ്റർ ചെയ്ത് ഫോം എല്ലാം കണ്ടു, രജിസ്റ്റർ സാറ്റിസ്ഫൈ ആയി. അപ്പം തിരിച്ച് രജിസ്റ്റർ എന്ത് ചെയ്യും, ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് CHD2ലാണ്. പിന്നെ നമ്മൾ പഠിച്ചു ഈ ചാർജ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ രജിസ്റ്റർ ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ചാർജ് നടന്നിട്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഒരു ചാർജ് നടന്നു, അതിനുശേഷം 30 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ROCനെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കേണ്ടത്. ഓക്കെ, 30 ദിവസത്തിനുള്ളിൽ വേണം അറിയിക്കാനായിട്ട്. ഇനി നമ്മൾ 30 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തില്ല, കമ്പനി 30 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങനെ വരുന്ന കേസിലാണെങ്കിൽ ഒരു 30 ദിവസം കൂടി അവർ തരും അഡീഷണലി ആയിട്ട്. ആദ്യം 30 ദിവസം തന്നു, അത് ഫെയിലായി, നമ്മൾ തിരിച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ROC വീണ്ടും നമുക്കൊരു 30 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. അപ്പം ടോട്ടൽ ഇപ്പം എത്ര ദിവസമായി? 60 ഡേയ്സ് കൂടിയായി. ആദ്യം ഒരു 30 ദിവസം തന്നു, പിന്നെ അത് കൂടാതെ ഒരു അനദർ 30 ഡേയ്സ് കൂടി നമുക്ക് തന്നു. അങ്ങനെ ടോട്ടൽ 60 ഡേയ്സ്. അപ്പം 60 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം 30 ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് ചെയ്തില്ല. അതുകൊണ്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 30 ഡേയ്സ് കൂടി തന്നു. അങ്ങനെയാണ് 60 ഡേയ്സ്. അപ്പോൾ 60 ഡേയ്സ് എന്ന് പറയുമ്പം ആദ്യത്തെ 30 പ്ലസ് രണ്ടാമത്തെ 30 അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് 30 ഡേയ്സ്, വീണ്ടും ഒരു 30 ദിവസം കൂടി തന്നു. അങ്ങനെ 60 ദിവസമായി നമുക്ക്. അപ്പം ആദ്യം ചെയ്യേണ്ടത് ചെയ്യാഞ്ഞിട്ട് വീണ്ടും അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നതല്ലേ 30 ദിവസം. അപ്പോൾ അങ്ങനെ 30 ദിവസം തരുന്നതുകൊണ്ട് ചുമ്മാ നമുക്ക് അത് മാത്രം അങ്ങ് അടയ്ക്കാൻ പറ്റുമോ? ഇല്ല, അഡീഷണൽ ഫീസ് കൂടി ചേർത്ത് വേണം നമ്മൾ അടയ്ക്കാനായിട്ട്. ആദ്യം 30 ദിവസം തന്നു, നമ്മൾ ഫെയിലായി. അപ്പോൾ അതിനൊരു പണിഷ്മെന്റ് എന്ന പോലെ വീണ്ടും ഒരു 30 ദിവസം അവർ തരുന്നു, അതിന് അഡീഷണൽ ഫീസ് കമ്പനി അടയ്ക്കണം. ഇനി നമുക്ക് 60 ദിവസം ടോട്ടൽ ഇപ്പോൾ കിട്ടി, എന്നിട്ടും നമ്മൾ അടച്ചിട്ടില്ല, കമ്പനി ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ തിരക്ക് കൊണ്ട് വീണ്ടും കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്കൊരു 60 ദിവസം കൂടി അവർ തരും. വീണ്ടും ഒരു 60, ഫർദർ 60 ഡേയ്സ് കൂടി തരും എന്താ ഇത് അടയ്ക്കാനായിട്ട്. അങ്ങനെ വീണ്ടും ഒരു 60 ദിവസം കൂടി തന്നു. ആദ്യം 30 തന്നു, വീണ്ടും 30 അടയ്ക്കേണ്ടതാണ് എല്ലാവരും. 30 അടയ്ക്കാൻ പറ്റിയില്ല, എന്നാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു 30 ദിവസം കൂടി നമുക്ക് തന്നു, എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. അപ്പം വീണ്ടും 30 ദിവസം കൂടി തന്നുകൊണ്ട് എന്താ അഡീഷണൽ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വന്നു. എന്നിട്ട് നമ്മൾ അടച്ചില്ല. ഇപ്പം 60 ദിവസം ഓൾറെഡി പോയി നമ്മുടെ. അപ്പം വീണ്ടും എക്സ്ട്രാ ഒരു 60 ദിവസം കൂടി നമുക്ക് തന്നു, വലിയൊരു ദിവസം തന്നു 60. ഇനിയെങ്കിലും ഒന്ന് അടക്കടേ എന്നൊരു ഓർമ്മയോടെ നമുക്ക് തരുക. 60 ദിവസം കൂടി വീണ്ടും തന്നു. അങ്ങനെ വീണ്ടും ഒരു 60 ദിവസം കൂടി തരുമ്പം അതിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ചുമ്മാ അഡീഷണൽ ഫീസ് അല്ല, വീണ്ടും അടയ്ക്കേണ്ട ഫീസിന് പറയുന്ന പേര് ആഡ് വെലോറം ഫീസ് എന്നാണ് പറയേണ്ടത്. അപ്പം ആദ്യം 30 ദിവസം തന്നു, അടച്ചില്ല. അപ്പോൾ വീണ്ടും ഒരു 30 ദിവസം എടുത്ത് തന്നു, ടോട്ടൽ ഇപ്പം എത്ര ദിവസമായി? 60 ദിവസമായി. അപ്പോൾ രണ്ടാമത്തെ 30 കിട്ടിയപ്പം അഡീഷണൽ ഫീസ് അടയ്ക്കണേ, പിന്നെ ഒരു 60 ദിവസം കൂടി തന്നു. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എത്ര ദിവസം നമുക്ക് കിട്ടി? 120 ഡേയ്സ് നമുക്ക് കിട്ടി. 120 ഡേയ്സ് നമുക്ക് കിട്ടി. ആ 120 ഡേയ്സ് ലാസ്റ്റത്തെ 16 ഡേയ്സിന് അഡ് വെലോറും ഫീസ് കൂടി അടയ്ക്കണം. അത് തന്നെയാണ് ഈ ചാർട്ടിൽ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് 30 ദിവസം, വീണ്ടും ഒരു 30 ദിവസം കൂടി തന്നു, അപ്പോൾ ടോട്ടൽ 60 ദിവസമായി. അപ്പോൾ നമ്മൾ അഡീഷണൽ ഫീസ് അടയ്ക്കണം, എന്നിട്ട് നമ്മൾ അടച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ഒരു 60 ദിവസം കൂടി അവർ വീണ്ടും നമുക്ക് തരും. അപ്പോൾ ടോട്ടൽ 120 ഡേയ്സ് ആയി. ലാസ്റ്റത്തെ ഫീസ് അടയ്ക്കാൻ നമ്മൾ ആഡ് വെലോറം ഫീസാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് രജിസ്റ്റർ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വരുന്ന കാര്യങ്ങൾ. ഫോം നമ്പർ നമ്മൾ പഠിച്ചു, CHD1 തിരിച്ച് CHD1ഉം CHD9 കേസ് പഠിച്ചു. പിന്നെ ROC തിരിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന CHD2 ഓക്കെ. ഇനി അടുത്ത സെക്ഷൻ 78 ആണ്. സെക്ഷൻ 78 പറയുന്നത് എന്താണ്? ഇൻ കേസ് കമ്പനി 30 ദിവസത്തിനുള്ളിൽ ഈ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങനെ വരുവാണെങ്കിൽ ചാർജ് ഹോൾഡർ, അതായത് ആരാ കടം കൊടുത്ത ആൾ, ബാങ്ക് ആകാം, അപ്പോൾ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ROCയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആഫ്റ്റർ 30 ഡേയ്സ് കമ്പനി ഫെയിൽ ചെയ്തു, എന്താ രജിസ്റ്റർ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാർജ് ഹോൾഡറിന് വേണമെങ്കിൽ ഈ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ഹോൾഡർ ആപ്ലിക്കേഷൻ കൊടുക്കും, ആപ്ലിക്കേഷൻ ROCക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചാർജ് ഹോൾഡറിൻ്റെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ ROCക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ROC എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശരി ഇത് കമ്പനിയായിരുന്നു ചെയ്യേണ്ടത്, കമ്പനി ചെയ്യാത്തതുകൊണ്ടാണ് ചാർജ് ഹോൾഡർ ആപ്ലിക്കേഷൻ ROC കൊടുത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കമ്പനി ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത കാര്യങ്ങൾ ROCക്ക് അറിയണമല്ലോ. അപ്പം ROC എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിക്ക്
ROC ഒരു ഷോക്കോസ് നോട്ടീസ് അയക്കും. എന്ത് ഷോക്കോസ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ, എന്തുകൊണ്ട് ഇവർ അയച്ചില്ല എന്നുള്ളൊരു 40 days ആദ്യം ഷോക്കോസ് നോട്ടീസ് അയക്കും, കാര്യങ്ങളൊക്കെ അറിയാൻ എന്തുകൊണ്ട് കമ്പനി ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് വിത്തിൻ 40 days അതായത് 14 ദിവസത്തിനുള്ളിൽ കമ്പനി തിരിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് ROC അറിയിക്കണം. ഞങ്ങൾ ഇതുകൊണ്ടാണ് ചാർജ് ചെയ്യാത്ത, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങൾ ചാർജ് ചെയ്തോളാം, ഉടനെ തന്നെ ചെയ്തോളാം എന്നുള്ള കാര്യങ്ങളെല്ലാം ROC അറിയിക്കണം. അപ്പം ചെയ്തോളാം എന്ന് പറയുകയാണെങ്കിൽ ചാർജ് ഹോൾഡർ പറഞ്ഞ പ്രകാരം നമ്മുടെ ROC രജിസ്റ്റർ വീണ്ടും ചെയ്യത്തില്ല, കമ്പനി ചെയ്യാമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ. ഇനി ഷോക്കോസ് നോട്ടീസും ROC അയച്ചു, കമ്പനി എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല, അപ്പോൾ അതിന് തിരിച്ച് മറുപടി ഒന്നും വിത്തിൻ 40 days അവർ പറഞ്ഞിട്ടില്ല. 14 days അവർ തിരിച്ച് ആൻസർ ഒന്നും തന്നിട്ടില്ല എങ്കിൽ ചാർജ് ഹോൾഡർ പറഞ്ഞ പ്രകാരം ROC അത് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരമുണ്ട്, രജിസ്റ്റർ ചെയ്യും. കാരണം എന്താണ്, കമ്പനിക്ക് അയച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല, കാര്യം പറയണം, കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചാർജ് ഹോൾഡർ പറഞ്ഞ പ്രകാരം അത് രജിസ്റ്റർ ചെയ്ത് ROC വെക്കും. അപ്പോൾ ഇനിയും കമ്പനി ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല എങ്കിലും ചാർജ് ഹോൾഡർ പറഞ്ഞ പ്രകാരം ROC രജിസ്റ്റർ ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കേസിന് കുറച്ച് ഫീസൊക്കെ ചാർജ് ഹോൾഡറിന് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ചാർജ് ഹോൾഡറാണ് ആദ്യം ഇതിന് വരുന്ന ഫീസ് എല്ലാം അടയ്ക്കേണ്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഫീസ് എല്ലാം കമ്പനിയുടെ കയ്യിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്തെടുക്കാനായിട്ട് ചാർജ് ഹോൾഡറിന് പറ്റും. കാരണം എന്താണ്, ശരിക്കും കമ്പനി ആയിരുന്നു ഇത് രജിസ്റ്റർ ചെയ്യേണ്ട ഡ്യൂട്ടി. കമ്പനി ചെയ്യാത്തത് കൊണ്ടാണ് ചാർജ് ഹോൾഡർ ആപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പം കമ്പനി എന്നിട്ടും ഷോക്കോസ് നോട്ടീസ് ROC അയച്ചിട്ടും തിരിച്ചൊന്നും 14 ദിവസത്തിനുള്ളിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന റീസൺ കൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തത്, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുകയാണെങ്കിൽ ചാർജ് ഹോൾഡർ പറഞ്ഞ പ്രകാരം ഒന്നും ROC പെട്ടെന്ന് ചെയ്തില്ല, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കമ്പനിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കത്തുള്ളൂ. ഇനി ഒരു കാര്യത്തിൽ മൈൻഡ് തിരിച്ച് കമ്പനി കാണിച്ചില്ലെങ്കിൽ ചാർജ് ഹോൾഡർ പറഞ്ഞ പ്രകാരം തന്നെ ROC രജിസ്റ്റർ ചെയ്യും. അതുപോലെ തന്നെ ചാർജ് ഹോൾഡറിന് ഉണ്ടാവുന്ന ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫീസും ആദ്യം ചാർജ് ഹോൾഡർ അടയ്ക്കണം, പിന്നെ ആ ഫീസ് എല്ലാം കമ്പനിയുടെ കയ്യിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ് ഈ റിക്കവറി ഓഫ് ഫീസിൽ പറയണത്. അപ്പോൾ അങ്ങനെ 77 കഴിഞ്ഞു, 78 കഴിഞ്ഞു. ഇനി അടുത്താണ് 79. എന്താണ്, അക്വിസിഷൻ ഓഫ് പ്രോപ്പർട്ടി സബ്ജക്ട് മോഡിഫിക്കേഷൻ ഓഫ് ചാർജസ്. അതായത് മോഡിഫിക്കേഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം രജിസ്റ്റർ ഓൾറെഡി ഒരു ചെയ്തിട്ടുള്ള ഒരു ചാർജിൽ എന്തെങ്കിലും തരത്തിലൊരു ചേഞ്ചസ് വന്നു, മോഡിഫിക്കേഷൻ നടത്തേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം വീണ്ടും നമ്മൾ ROC അറിയിക്കണം. ഞങ്ങൾ ഇങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ചില മാറ്റങ്ങൾ വന്നു, ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ട് ചില ചേഞ്ചസ് വരുത്തി. അങ്ങനെ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റും. അത് എന്തൊക്കെ കാര്യത്തിലാണ് മോഡിഫിക്കേഷൻ വരുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോയിന്റ് ഉണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷനിൽ എന്തെങ്കിലും വേരി ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ എഗ്രിമെൻ്റ് ഓർ ഡിക്രീസ് ചെയ്ത ലിമിറ്റ്, അതായത് ഇത്ര ലിമിറ്റ് അതിലെന്തെങ്കിലും ലിമിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെന്താണ് മോഡിഫിക്കേഷൻ ബൈ സീഡിങ് എ പാരി പാസ് ചാർജ് ദർ ഈസ് എ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇത്ര ഇൻട്രസ്റ്റ് വേണം, ആ റേറ്റിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, പിന്നെന്താണ് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ ഇത്ര നാൾ കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപ തരണം. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ ആ കേസിൽ പാർഷ്യൽ റിലീസ് ഓഫ് ചാർജ് ഓൺ പർട്ടിക്കുലർ എസറ്റ് ഓഫ് പ്രോപ്പർട്ടീസ്, അതായത് ഇത്ര നാൾ കൊണ്ട് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ തിരിച്ച് പേയ്മെൻറ്റ് ചെയ്യണം. അപ്പം ഇപ്പോൾ ഒന്നുകിൽ ഇത്ര വർഷം കൊണ്ട് ചെയ്യണം എന്നുള്ളത്, ഒന്നുകിൽ ഇപ്പോൾ 8 വർഷം കൊണ്ട് തരണം, വേണമെങ്കിൽ അത് 10 വർഷമാക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, പിന്നെന്താണ് എന്തെങ്കിലും തരത്തിൽ ചേഞ്ചസ്, ടേംസ് കണ്ടീഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് ആകാം. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാർജസിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ROC അറിയിക്കണം. സീഡിങ് പാരി പാസ് ചാർജസ് വന്നിട്ടുണ്ടെങ്കിൽ, സീഡിങ് എന്ന് പറഞ്ഞാൽ ഗീവ് അപ്പ് ചെയ്യുക, അതായത് പാരി പാസ് ചാർജസ് ഈക്വൽ ചാർജസ് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കുക, ഇല്ലെങ്കിൽ പാർഷ്യൽ റിലീസ് ഓഫ് ചാർജസ് ഓൺ പർട്ടിക്കുലർ അസറ്റ് ഓഫ് പ്രോപ്പർട്ടി, അതായത് ഒരു ചാർജ് വെച്ചത് അസറ്റോ വല്ല ക്യാഷ് കൊടുത്ത് തിരിച്ച് റിലീസാക്കി നമ്മുടെ അസറ്റ് തിരിച്ച് നമ്മൾ വീണ്ടെടുത്തു, അങ്ങനത്തെ കേസെല്ലാം. അങ്ങനെ എന്ത് നടന്നാലും മോഡിഫിക്കേഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ROC അറിയിക്കണം. അതാണ് സെക്ഷൻ 79 പറയുന്നത്, മോഡിഫിക്കേഷൻ ഓഫ് ചാർജസ് ആണ്. അപ്പോൾ ഈ പോയിന്റ് ഒക്കെ ഒന്ന് ഓർക്കുക, വലിയ പോയിന്റ് ഒന്നും അല്ല. അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തെങ്കിലും വേരിയേഷൻ വരുത്തുക, പിന്നെന്താണ് ലിമിറ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുക, പാരി പാസ് ചാർജ് സീഡിങ് ചെയ്യുക, അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇൻട്രസ്റ്റിൻ്റെ റേറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, റീപേയ്മെൻറ്റ് ഷെഡ്യൂളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, പാർഷ്യൽ റിലീസ് ഓഫ് അസറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ROC അറിയിക്കണം. പിന്നെ ഈ സെക്ഷൻ 79 പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം CST 3 തന്നെയാണ് മോഡിഫിക്കേഷൻ നടത്തിയിട്ട് രജിസ്റ്റർ
തിരിച്ച് മോഡിഫിക്കേഷനൊക്കെ നടത്തി സക്സസ് ആയി അതിലെല്ലാം സാറ്റിസ്ഫൈ ആയിട്ട് CG3 എന്താ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. സർട്ടിഫിക്കറ്റ് അപ്പം സെക്ഷൻ എന്താ CHD3 ഫോം നമ്പർ പറയണത്. പിന്നെ ആസ് പെർ റൂൾ പ്രകാരമാണ് ഈ ചാർജസിൻ്റെ റൂൾ നമ്പർ 6 ആണ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിലൊക്കെ പഠിക്കുമ്പോൾ റൂൾ കോട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം റൂൾസ് എന്ന് പറഞ്ഞിട്ട് റൂൾ 6 ആണ് ഇവിടെ കോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്ര ഓർത്താൽ മതി. സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ഇഷ്യൂ ചെയ്യണത് റൂൾ 6 പ്രകാരമാണ്, അത് ഓർത്താൽ മതി. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു സെക്ഷനാണ് സെക്ഷൻ 80. സെക്ഷൻ 80 പറയുന്നത് ഈ കൺസ്ട്രക്റ്റീവ് നോട്ടീസിനെ പറ്റിയാണ്. അതായത് ഇപ്പം ഒരു കമ്പനി കടം കൊടുക്കുന്നതിന് മുമ്പ് ഓൾറെഡി എന്താ കമ്പനിക്ക് ഇപ്പോൾ ബാങ്കോ എല്ലാം കടം കൊടുക്കുന്നതിന് മുമ്പ് ബാങ്ക് എന്ത് ചെയ്യണം, അത് MCAയുടെ സൈറ്റിൽ പോയി അത് ചെക്ക് ചെയ്യണം. ഇവരിങ്ങനെ ചാർജ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതല്ല. അപ്പം ഇങ്ങനെയെല്ലാം വായിച്ചു നോക്കിയിട്ട് മാത്രമേ ബാങ്ക് എന്ത് ചെയ്യാവുള്ളൂ, കടം കൊടുക്കാവുള്ളൂ. അത് പറയുന്നതാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസിൻ്റെ സെക്ഷനിൽ പറയണത്. കാരണം എന്തുകൊണ്ടാണ്, ആ ചാർജ് ഔട്ട്സൈഡേഴ്സിനും കമ്പനിക്കും ഒക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്, ഇത് വായിച്ചിട്ട് മാത്രമേ ബാങ്ക് ഇങ്ങനെ കടം കൊടുക്കാവുള്ളൂ. അത് പറയണത് സെക്ഷനാണ് 18 പറയണത്. അപ്പം എന്താണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസിനെ പറ്റിയാണ്. കാരണം എന്തുകൊണ്ട്, ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇങ്ങനൊരു ചാർജ് കൊടുക്കാവുള്ളൂ, ബാങ്ക് കടം കൊടുക്കാവുള്ളൂ. അത് പറയണതാണ് മെയിനായിട്ട്. പിന്നെ സെക്ഷൻ 81 പറയണത് എന്താണ്, ഈ ഒരു രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്, ROC ആണ് അല്ലേ. ഒരു രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് രജിസ്ട്രാറാണ്. രജിസ്ട്രാർ എന്ന് അത് എവിടെയാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, MCAയുടെ സൈറ്റിലാണ്, വെബ്സൈറ്റിലാണ്. അപ്പം നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. MCAയുടെ സൈറ്റ് എടുത്തിട്ട് ഇങ്ങനൊരു കമ്പനി ഇങ്ങനെയൊക്കെ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, അവരുടെ അസെറ്റ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം നമ്മൾ MCAയുടെ സൈറ്റിൽ പോയിട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ MCAയുടെ സൈറ്റ് വായിച്ച് നോക്കി നമുക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. ഇനി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. ഒരു കമ്പനിയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കണമെങ്കിൽ ചില ഫീസ് കൊടുത്തിട്ട് വേണം, കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ നോക്കാനായിട്ട്. അല്ലാത്ത കേസിൽ ആർക്കും MCAയുടെ സൈറ്റിൽ പോയി എല്ലാ ഡീറ്റെയിൽസും നോക്കിയെടുക്കാനായിട്ട് പറ്റും, ചാർജ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള. അതിന് ഫീസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ടാണ് സൈറ്റിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പം ആർക്കും അത് നോക്കാം. പക്ഷേ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ നമ്മൾ കുറച്ച് ഫീസൊക്കെ കൊടുക്കണം. എന്നാൽ മാത്രമേ ഒരു ഫീസ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഫീസ് അവർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. സെക്ഷൻ 80 കഴിഞ്ഞു, 81 കഴിഞ്ഞു. അടുത്ത സെക്ഷൻ 82 പറയുന്നത് എന്താണ്, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജസ്. അതായത് ഇപ്പം പൈസ തിരിച്ചു കൊടുത്തു, എല്ലാ പേയ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞു എന്ന് കമ്പനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി ആ കാര്യം ROCനെ അറിയിക്കണം. വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ആ പേയ്മെൻ്റ് എല്ലാം ചെയ്ത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജസ് ആയി, ആ പേയ്മെൻ്റ് എല്ലാം റീപേ ചെയ്തെല്ലാം കറക്റ്റായി എന്നുള്ള കാര്യം ROCനെ അറിയിക്കണം. അത് ROCനെ അറിയിക്കേണ്ടത് വിത്തിൻ 30 ഡേയ്സിനുള്ളിലാണ്. ഇനി വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഈ കാര്യം അറിയിച്ചിട്ടില്ല എങ്കിൽ ROC ഒരു 300 ഡേയ്സ് കൂടി വീണ്ടും തരും. ആ ദിവസത്തിനുള്ളിൽ വേണം നമ്മൾ അത് അയക്കാനായിട്ട്. അതിന് കണ്ടോണേഷൻ ഓഫ് ഡിലേ എന്ന് പറയും. അതായത് ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു, 30 ദിവസത്തിനുള്ളിൽ വേണം നമ്മൾ ആ കാര്യം ROCനെ ഇൻറ്റിമേറ്റ് ചെയ്യാനായിട്ട്. അത് നമ്മൾ നടത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു എക്സ്റ്റെൻഡ് പീരീഡ് വരും, 300 ഡേയ്സ് വരും. അതിനുള്ളിൽ നമ്മൾ അപ്പോൾ 300 ഡേയ്സിനുള്ളിൽ അറിയിക്കുമ്പോൾ എന്താണ്, അഡീഷണൽ ഫീസ് കൂടി അടയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾ അറിയിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കമ്പനി ROCയോട് ഞങ്ങളിങ്ങനെ എല്ലാം കഴിഞ്ഞു, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജസ് ആയി എന്ന് പറയുവാണെങ്കിൽ ROC ആ കാര്യം ചാർജ് ഹോൾഡറിനോട് പോയി ചോദിക്കും. ഇങ്ങനെ കമ്പനി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജസ് ഒക്കെ ചെയ്തു, ശരിയാണോ എന്നൊക്കെ ചോദിക്കും. അതിനൊരു ഷോ കോസ് നോട്ടീസ് ചാർജ് ഹോൾഡറിന് ആരായിരിക്കും, രജിസ്ട്രാർ ആയിരിക്കും. അവർ വിത്തിൻ 40 ഡേയ്സിനുള്ളിൽ കമ്പനി അടച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തിരിച്ച് അതിന് റിപ്ലൈ കൊടുക്കണം. വിത്തിൻ 40 ഡേയ്സിനുള്ളിൽ കൊടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഈ കമ്പനി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജസ് ചെയ്തു എന്ന് ROCനെ അറിയിക്കേണ്ടത് CHG4 എന്ന് പറയുന്ന ഫോം നമ്പറിലാണ് ഇത് അറിയിക്കേണ്ടത്. ഞങ്ങളിങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ചെയ്തു എന്നുള്ള കാര്യം. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ചെയ്തു എന്ന് ഈ CHG4 കമ്പനി അതുപോലെ തന്നെ ചാർജ് ഹോൾഡറുടെ സൈനും വേണം. എന്നിട്ട് വേണം ഇത് ROCക്ക് അയക്കാനായിട്ട്. ഇപ്പം ചാർജ് ഹോൾഡറിൻ്റെ സൈൻ ഇല്ല എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ROC ചാർജ് ഹോൾഡറിന് ഇത് അയക്കണത്, ഷോക്കോസ് നോട്ടീസ് അയക്കണത് അവർ ചെയ്തോ ഇല്ലയോ എന്നുള്ള. അല്ലാതെ വെറുതെ ഷോക്കോസ് നോട്ടീസ് അയക്കത്തില്ല.
ഈ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ROCക്ക് CHG4 അയക്കും, ഞങ്ങൾ ചെയ്തു. അപ്പം ചാർജ് ഹോൾഡറിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ സൈൻ ഉണ്ട്. ഇനി ഇൻ കേസ് ചാർജ് ഹോൾഡറിൻ്റെ സൈൻ ഇല്ല എങ്കിലാണ് ഷോക്കോസ് നോട്ടീസ് അയക്കണത്. ആർക്ക്? ചാർജ് ഹോൾഡറിൻ്റെ. ഇതിങ്ങനെ അവർ ചെയ്തിട്ടുണ്ടോ ശരിയാണോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ വിത്തിൻ 40 ഡേയ്സിനുള്ളിൽ അവർ റിപ്ലൈ കൊടുക്കണം. അപ്പോൾ ഇനി 14 ദിവസം കഴിഞ്ഞിട്ടും അവർ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല, ചാർജ് ഹോൾഡർ അങ്ങനെ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ അത് സാറ്റിസ്ഫാക്ഷൻ ആയി തന്നെയാണ് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 82 സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജസ് ആണ്. ഇതിൽ പറഞ്ഞ നമ്മൾ ഫോം നമ്പർ പഠിച്ചു, എന്താ CHG4 ഇക്കാര്യം അറിയിക്കണത്. പിന്നെ അതിനുശേഷം ROC ഇത് എല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് കറക്റ്റാണ്, സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ROC അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് CHG5 തിരിച്ചവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഇവിടുത്തെ കേസിൽ കുറേ ഫോം നമ്പർ നമ്മൾ പഠിച്ചു. ഡിബഞ്ചറിൻ്റെ 3 CHG1 പഠിച്ചു. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ എന്താണ്, ഇവർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി അയച്ചത് CHG4 തിരിച്ച് ROC അയച്ചത് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും, ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ് നടന്നു, അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നു എന്ന് പറഞ്ഞ് തിരിച്ചവർക്ക് ഇഷ്യൂ ചെയ്യേണ്ടത് ഫോം നമ്പർ CHG4. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഈ സെക്ഷൻ 83 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പവർ ഓഫ് രജിസ്ട്രാർ ടു മേക്ക് എൻട്രീസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ റിലീസ് ഇൻ ആബ്സെൻസ് ഓഫ് ഇൻറ്റിമേഷൻ ഫ്രം കമ്പനി. അതായത് ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പനി അറിയിക്കണമല്ലോ. ഇൻ കേസ് കമ്പനിയോ മറ്റേ ചാർജ് ഹോൾഡറോ അറിയിച്ചിട്ടില്ല സാറ്റിസ്ഫാക്ഷൻ നടന്നു എന്ന്, അപ്പോൾ ഈ ROCക്ക് തന്നെ തോന്നി ഇങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ നടന്നു എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ROCക്ക് തന്നെ അത് സ്വന്തമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. അതാണ് സെക്ഷൻ 83 പറയണത്. അപ്പോൾ ഭയങ്കര സിമ്പിൾ അല്ലേ? അതായത് ചാർജ് ഹോൾഡറോ കമ്പനി അറിയിച്ചിട്ടില്ലെങ്കിൽ രജിസ്ട്രാറിന് അതിന് പവറുണ്ട്, തന്നെ സാറ്റിസ്ഫാക്ഷൻ നടന്നു എന്നുള്ള കാര്യം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള റൈറ്റ് നമ്മുടെ രജിസ്റ്ററിനുണ്ട്. ഡെപ്റ്റ് സാറ്റിസ്ഫൈ ആയോ, ഹോൾ ഓർ പാർട്ടായോ, ഇല്ലെങ്കിൽ അത് സീസായോ, ആ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് അവർക്ക് തന്നെ തോന്നി, സാറ്റിസ്ഫാക്ഷൻ ആയെന്ന് രജിസ്റ്ററിന് തോന്നി, അങ്ങനെയാണെങ്കിൽ അവർക്ക് തന്നെ അത് രജിസ്റ്റർ ചെയ്യാം. അതാണ് സെക്ഷൻ 83 പറയണത്. പിന്നെ അത് തിരിച്ചയക്കണത്, എന്നിട്ട് ഇങ്ങനെ ROC ഇങ്ങനെ ഒരു കാര്യം നടത്തി എന്നുള്ള കാര്യം പിന്നെ ROC തന്നെ ചാർജ് ഹോൾഡറിനെയും കമ്പനീനെയും ഒക്കെ അറിയിക്കും. എന്നിട്ട് in case the register enter a member not satisfied charge in full, he issue a certificate form number CHG5. ഓക്കെ, അപ്പോൾ നമ്മൾ 83 പഠിച്ചു. അടുത്താണ് മെയിൻലി 84 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനി ഇങ്ങനെ ലിക്വിഡേറ്റ് ആകുമോ അങ്ങനത്തെ എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ അസറ്റ് ഒക്കെ നോക്കാനായിട്ട് കോർട്ട് ഒരു റിസീവറിനെ ഒരു മാനേജറിനെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു അപ്പോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരുടെയും ഒരു ആപ്ലിക്കേഷൻ കോർട്ടിനൊക്കെ കൊടുക്കുകയാണ്, ഒരു റിസീവറെയോ മാനേജറിനെയോ ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് ആർക്കും എനി പേഴ്സണ് ആപ്ലിക്കേഷൻ കോർട്ടിൽ കൊടുത്തിട്ട് കോർട്ട് ഒരു റിസീവറെയോ മാനേജറിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? കമ്പനിയുടെ ഈ അസറ്റൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് നടത്തുവാണെങ്കിൽ ഒരു റിസീവറിനെയോ ഇല്ലെങ്കിൽ മാനേജറിനെയൊക്കെ അപ്പോയിൻമെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കോർട്ടിൻ്റെ ഓർഡർ വന്നിട്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ആ കാര്യം നമ്മൾ ROCനെ അറിയിക്കണം. അതാണ് ഈ സെക്ഷൻ 84 മെയിൻലി പറയണത്. പിന്നെ ഈ സെക്ഷൻ 85 മെയിൻലി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രജിസ്ട്രേഷൻ ചാർജസ് ഇതിൻ്റെ ഈ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണത് കമ്പനിയുടെ രജിസ്റ്റർ ഓഫീസിലാണ്. അപ്പം വേണമെങ്കിൽ ഇത് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് അധികാരമുണ്ട് ആ കമ്പനിയുടെ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഒക്കെ ഫീസ് ഒന്നും കൂടാതെ കൊണ്ട് തന്നെ അവർക്ക് ബിസിനസ് ഹവേഴ്സിൽ ഇത് പോയി ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് അധികാരമുണ്ട്, പോയി ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. അവർക്ക് എന്താ ഫീസ് ഒന്നും കൊടുക്കണ്ട. ബിസിനസ് ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയമാണ് 9 to 6 PM വരെയാണ്. അപ്പം 9 AM തൊട്ട് 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയുള്ള സമയമാണ്, അതിനെയാണ് ബിസിനസ് ഹവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ഹവേഴ്സിൽ എനി മെമ്പേഴ്സ് ഓർ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിന് ഫീസ് ഒന്നും ഇല്ലാതെ പോയി ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി വേറെ ഏതെങ്കിലും പേഴ്സൺ ഉണ്ട്, വേറെ അതർ ദാൻ മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, അവർക്കും ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അവർക്ക് ഇൻസ്പെക്ഷൻ നടത്തുന്നത് ഫീസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫീസ് അടയ്ക്കുവാണെങ്കിൽ അവർക്കും ഈ കമ്പനിയുടെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചാർജസുമായി ബന്ധപ്പെട്ട് ഇത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും.
അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ഇത് എപ്പോഴാണെന്ന് വെച്ചാൽ ബിസിനസ് ഹവേഴ്സ് 9 to 6 അതാണ് ബിസിനസ് ഹവേഴ്സിലാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞാൽ വല്ല MCQനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചാർജസ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 8 വർഷത്തേനാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 8 വർഷത്തേനാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ ബിസിനസ് ഹവേഴ്സിൻ്റെ കാര്യം ഓർക്കുക. മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും വിത്തൗട്ട് ഫീസാണ് അവർക്ക് പോയി ഇൻസ്പെക്ട് ചെയ്യാം. വേറെ ആർക്കെങ്കിലും നോക്കണമെങ്കിൽ എന്ത് ഫീസ് അടയ്ക്കണം. അതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ ഇത്ര ദിവസം ഇത്ര പേര് കാണാം അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഇല്ലെങ്കിൽ ആർക്കൊക്കെ ഒരു ദിവസം കാണാം അങ്ങനത്തെ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ വേണമെങ്കിൽ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ അവർക്ക് വേണമെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അതിൽ പറഞ്ഞത്. ഇനിയും അടുത്ത സെക്ഷൻ എന്താ 86 ആണ്. 86 പറയുന്നത് പെനാൽറ്റിയാണ്. പെനാൽറ്റി ജസ്റ്റ് നോക്കാം. അതായത് ഈ പ്രൊവിഷൻസ് ഈ ചാർജസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രൊവിഷൻസ് അവർ വയലേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓഫീസേഴ്സിന് കമ്പനിക്ക് പെനാൽറ്റി വരും. 5 lakh rupees വരും പെനാൽറ്റി ആയിട്ട്. ഇനി ഏതെങ്കിലും ഓഫീസേഴ്സും അതിന് കൂട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അവർക്കും പെനാൽറ്റി 50,000 rupees വരും. കമ്പനിയുടെ കേസാണെങ്കിൽ 5 lakh, ഓഫീസേഴ്സിനാണെങ്കിൽ 50,000 rupees പെനാൽറ്റി വരും. പിന്നെ അതുപോലെ തന്നെ 447 പറയണത് ഇത് പെനാൽറ്റിയാണ്, പണിഷ്മെന്റ് ഓഫ് ഫ്രോഡ്. അതും ചില കേസസിലൊക്കെ ആപ്ലിക്കബിൾ ആയിട്ട് വരും പെനാൽറ്റി ആയിട്ട്. അതെന്താ, അവരുടെ ഇതിൽ എന്തെങ്കിലും ഫാൾസ് ആയിട്ട് ഇല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നോവിംഗ്ലി സപ്രസസ് എനി മെറ്റീരിയൽ ഇൻഫോർമേഷൻസ്. അതായത് മെറ്റീരിയൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മെയിൻലി വേണ്ടിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ അവർ സപ്രസ് ചെയ്ത് വെക്കുക. അതായത് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അതൊന്നും ഫർണിഷ് ചെയ്തിട്ടില്ല, മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും ഫർണിഷ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും കൊടുത്ത ഇൻഫോർമേഷൻസ് വളരെ ഫാൾസും തെറ്റായിട്ടുള്ളതും ആണെങ്കിൽ അവർക്ക് 447 അണ്ടറിലും പെനാൽറ്റി വരും. അതായത് പണിഷ്മെന്റ് ഫോർ ഫ്രോഡ് അതിൻ്റെ സെക്ഷനാണ് സെക്ഷൻ 447. അപ്പോൾ 447 ഓൾസോ വരും. അതുപോലെ തന്നെ ഓഫീസേഴ്സിനും കമ്പനീസിനും പെനാൽറ്റി വരും. അപ്പം അതാണ് നമ്മുടെ ചാർജസിൽ വരുന്ന പെനാൽറ്റിയുടെ സെക്ഷനാണ് 86 എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെനാൽറ്റിയാണ്. അപ്പോൾ അതും ഓർത്തിരിക്കുക. ഭയങ്കര എളുപ്പമാണ്. 5 lakh 50,000 rupees ഒക്കെ ഉള്ളൂ. വിൽഫുള്ളി അവർ ഇനി ആരെങ്കിലും മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും പണിഷ്മെന്റ് ഓഫ് ഫ്രോഡിൻ്റെ കേസിൽ അണ്ടർ 447 സെക്ഷൻസും ആപ്ലിക്കബിൾ ആകും. ഈ ലാസ്റ്റത്തെ സെക്ഷനാണ് സെക്ഷൻ 87, റെക്ടിഫിക്കേഷൻ ബൈ സെൻട്രൽ ഗവൺമെൻറ് രജിസ്റ്റർ ഓഫ് ചാർജസ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് തോന്നുവാണ് ഇവർ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ആ പറഞ്ഞ പീരീഡിനുള്ളിൽ ഇവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതിന് ചില തക്കതായ റീസൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള പവർ ഉണ്ട്. അതാണ് ഈ സെക്ഷൻ 87 പറയേണ്ടത്. അപ്പം എന്തെങ്കിലും കാര്യത്തിൽ ആ 120 ഡേയ്സിനുള്ളിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം വിത്തിൻ 120 ഡേയ്സിനുള്ളിൽ ചെയ്യാൻ പറ്റിയില്ല, അതിന് വളരെ സ്പെസിഫിക് ആയിട്ട് റീസൺ ഉണ്ട് എന്ന് സെൻട്രൽ ഗവൺമെൻറ്റിന് തോന്നുവാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആ കമ്പനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഡേയ്സ് കൊടുക്കും രജിസ്റ്റർ ചെയ്യാനായിട്ട്. അതായത് മറ്റേ രജിസ്റ്റർ ചെയ്യണം 120 ഡേയ്സിനുള്ളിൽ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒമീഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെന്താണ് മിസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർട്ടിക്കുലർസ് ഫയലിംഗ് ഓഫ് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേറ്റ്മെൻറ്റ് ഒമീഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിലൊക്കെയാണ് ഈ 87 വരുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് തോന്നുവാണ് ഇവരിങ്ങനെ ഒമീഷൻ ചെയ്തതും ഇങ്ങനെ എന്തെങ്കിലും ഒരു റെക്ടിഫിക്കേഷൻ സംഭവിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം ഇത്ര സമയം. അതങ്ങനെ ചെയ്ത് കൊടുക്കണമെങ്കിൽ കറക്റ്റായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നണം സെൻട്രൽ ഗവൺമെൻറ്റിന്. അത് റീസണബിൾ ആയിട്ടുള്ള കാര്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫോൾട്ട് വന്നതെന്ന്. ഇറ്റ് വാസ് ആക്സിഡൻ്റൽ ആകാം, ഡ്യൂ ടു ഇൻഅഡ്വർട്ടൻസ്, ബിക്കോസ് ഓഫ് സം അതർ അസഫിഷ്യൻറ്റ് കോസ്, ഓർ ഡിഡ് നോട്ട് പ്രീജുഡൈസ് ദ പൊസിഷൻ ഓഫ് ദ ക്രെഡിറ്റേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. ഇങ്ങനത്തെ റീസൺസ് ഒക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ അറിയാതെ പറ്റിപ്പോയി, ഇല്ലെങ്കിൽ ഇപ്പം ഇവർ ഫയൽ ചെയ്തു എന്നോർത്തു, അങ്ങനത്തെയൊക്കെ കേസിൽ അങ്ങനെ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് അഡ്വർട്ടൈൻസ്, അതായത് ഇപ്പോൾ നമ്മൾ ഫയൽ ചെയ്തു എന്നോർത്ത് കമ്പനി അങ്ങനെ രജിസ്റ്റർ ചെയ്യാതിരിക്കുക, ആക്സിഡൻ്റ് ആയിട്ട് പറ്റിയ അങ്ങനത്തെയൊക്കെ കേസാണ്. അത് സെൻട്രൽ ഗവൺമെൻറ്റിന് റീസണബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സെൻട്രൽ ഗവൺമെൻറ് ഇവരുടെ ആപ്ലിക്കേഷൻ കിട്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളെ എല്ലാ സെക്ഷൻസും ചാർജസും ചാപ്റ്ററിൽ കവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.